ഇന്ന് ലഞ്ച് ഫുഡിന് വെജിറ്റബിൾ ബിരിയാണിയാണ് ഉണ്ടാക്കിയത്. തലേദിവസം തന്നെ ഞാൻ ഗ്രീൻ പീസ് വെള്ളത്തിലിട്ടിരുന്നു. അത് നല്ലതുപോലെ കഴുകി കുക്കറിൽ 2-3 വിസിലടിച്ച് പകുതി വേവിൽ മാറ്റി വെക്കുക. പിന്നെ ചേർക്കുന്നത് ക്യാരറ്റും ബീൻസും, അതും ഇതുപോലെ പകുതി വേവിൽ മാറ്റി വെക്കണം. സോയാബീൻ ഒരു നുള്ളി ഉപ്പിട്ടിട്ട് തിളച്ച വെള്ളത്തിൽ ഒരു തള തിളച്ചിട്ട് അടച്ച് മാറ്റി വെച്ച് തുറന്ന് നോക്കി നല്ല വെന്തിട്ടുണ്ടാകുന്നത് നല്ലതുപോലെ കഴുകി പിഴിഞ്ഞ് മാറ്റി വെക്കുക. മസാലപ്പൊടി ഉണ്ടായിരുന്നില്ല. ഏലക്ക, പട്ട, കറാമ്പൂ ഒക്കെ ഉണ്ടാക്കിയിട്ട് അതൊരു മസാലപ്പൊടി ഉണ്ടാക്കി വെച്ചു. ഒരു പാൻ അടുപ്പത്ത് വെച്ച് വലിയ ഉള്ളി ചെറുതായി അരിഞ്ഞത് വെളിച്ചെണ്ണയും ഡാൽഡയിലുമാണ് ഞാനത് വഴറ്റിയെടുക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ചിരുന്നു, ഡാൽഡ ഉണ്ടാകും, പകുതി വെളിച്ചെണ്ണയും പകുതി ഡാൽഡയും. അങ്ങനെ അത് നല്ലതുപോലെ വഴഞ്ഞ് വരുമ്പോൾ അതിലേക്ക് തക്കാളി ഇടുക. തക്കാളി നല്ലതുപോലെ വഴഞ്ഞ് വരുമ്പോൾ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് നല്ല പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് അതിലേക്ക് ചേർക്കണം. ചേർത്ത് നല്ലതുപോലെ വഴറ്റണം. വഴഞ്ഞു എന്ന് കണ്ടാൽ അതിലേക്ക് 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി, കുരുമുളക് പൊടി ഇതൊക്കെ ചേർത്ത് നല്ലതുപോലെ വഴഞ്ഞ് അടച്ച് വെക്കണം. എന്നിട്ട് പിന്നെ അതിലേക്ക് ചേർക്കണത് പിന്നെ ഈ വേവിച്ച് വെച്ച നല്ല വഴഞ്ഞെന്ന് കണ്ട വേവിച്ച് വെച്ച സോയാബീനും ഗ്രീൻ പീസും വെജിറ്റബിളും ഇതൊക്കെ ചേർത്ത് 1.5 ടീസ്പൂൺ തൈരും അതിലേക്ക് ഒഴിച്ച് പാകത്തിന് ഉപ്പ് ഇട്ടതിന് ശേഷം നല്ലതുപോലെ അടച്ച് വെക്കുക. വെള്ളം വറ്റിയെന്ന് കണ്ടാൽ അടച്ച് വെച്ചിട്ട് വെള്ളം വറ്റിയെന്ന് കണ്ടാൽ നല്ല പച്ചമണം മാറിക്കഴിഞ്ഞെന്ന് കണ്ടാൽ അതിലേക്ക് മല്ലിത്തലയും പുതിനത്തലയും അരിഞ്ഞത് അതിലേക്കിട്ട് അടച്ചിട്ട് മാറ്റി വെക്കണം. പിന്നെ ചേർക്കുന്നത് ചോറാണ്. അതിന് ജീരകശാല അരിയാണ് ഇതിന് ഉപയോഗിക്കുക. 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം എന്ന തോതിലാണ് നമ്മൾ വേവിച്ചെടുക്കേണ്ടത്. സാധാരണ നെയ്ച്ചോറ് വെക്കണ പോലെ തന്നെ നെയ്യിൽ വലിയ ഉള്ളി ഇട്ട് ഏലക്ക, പട്ട, കറാമ്പൊക്കെ ഇട്ടിട്ട് വെള്ളം അതിലേക്ക് ഒഴിച്ച് നല്ലപോലെ അരി വറ്റിച്ച് മാറ്റി വെക്കണം. ആദ്യം ചോറിടുക. അതിനുശേഷം വേവിച്ച് വെച്ച മസാലകൾ ഇടുക. ഇടയിൽ നെയ്യ് 2-3 ടീസ്പൂൺ ഇടയിൽ ഒഴിക്കുക. പിന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്തത് അതിലേക്ക് ഇടുക. പിന്നെ പുതിന, മല്ലിച്ചപ്പ് ഇടുക. അങ്ങനെ തട്ടായിട്ട് നല്ലതുപോലെ ഇട്ടതിന് ശേഷം നല്ല ഒരു തവിയും കൊണ്ട് നല്ല അമർത്തി വെക്കണം. ഞാൻ അടുപ്പിലല്ല ഇത് ഉണ്ടാക്കിയത്, അപ്പോൾ അത് കാരണം ദമ്മിടാൻ പറ്റില്ല. അപ്പോൾ ഗ്യാസുമ്മേ തന്നെയാണ് ഇത് വെച്ചത്. നല്ലത് എല്ലാം ഇട്ടതിന് ശേഷം നല്ല തവിയും കൊണ്ട് നല്ല അമർത്തി അടച്ച് വെക്കണം. 5-10 മിനിറ്റ് ചെറു തീയിൽ വേണം ഇത് ദമ്മിടുന്ന പോലെ തന്നെ ചെറു തീയിൽ വേണം ഇത് അടച്ച് വെച്ച് മാറ്റി വെക്കാൻ. 5-10 മിനിറ്റ് മാറ്റി നമ്മൾ അടച്ച് വെച്ച് കഴിഞ്ഞാൽ നല്ല മണം ഉണ്ടാവും. എന്നിട്ട് ഇളക്കി നോക്കിയാൽ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ എന്നും ചിക്കനാണ് ഫ്രൈ ചെയ്യാറ്. പക്ഷേ ഇപ്രാവശ്യം ഐക്കോറ മീനാണ് കിട്ടിയത്. അപ്പോൾ ഞാൻ എന്ത് കാട്ടിയിരുന്നെന്ന് ഐക്കോറ മീൻ പൊരിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ മീൻ നല്ല വിനാഗിരിയൊക്കെ ഒഴിച്ച് നല്ല കഴുകിയതിന് ശേഷം സാധാരണ മസാല ഉണ്ടാക്കുന്ന പോലെ വെളുത്തുള്ളി, ചുവന്നുള്ളി, ഇഞ്ചി, പച്ചമുളക്, കുരുമുളക്, കരിവേപ്പില, പിന്നെ വിനാഗിരി, വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ചിട്ട് ഉപ്പൊക്കെ ഇട്ടിട്ട് നല്ലപോലെ തിരുമ്പി 5-10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് പിന്നെ പാൻ അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ് ഞാൻ പൊരിച്ചെടുക്കുന്നത്. അങ്ങനെ അതിലേക്ക് കരിവേപ്പിലയും പച്ചമുളകൊക്കെ ഇട്ടിട്ട് പൊരിച്ചപ്പോൾ നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. കാണാനും ഭംഗിയുണ്ട്, കഴിക്കാനും നല്ല ടേസ്റ്റ്. കാരണം പച്ചമുളകിൻ്റെയും കരിവേപ്പിലിൻ്റെയും ഒക്കെ മണവും നല്ല ഇതായിരുന്നു. പിന്നെ ഞാൻ സലാഡാണ് ഉണ്ടാക്കിയത്. സലാഡിന് പോലെ തൈര് ചട്നി ഉണ്ടാക്കിയത്. സലാഡിൻ്റെ പോലെ തന്നെ കുക്കമ്പറും ക്യാരറ്റും വലിയ ഉള്ളിയും തക്കാളിയും പച്ചമുളകും മല്ലിത്തലയൊക്കെ ഇട്ടിട്ട് ഉപ്പൊക്കെ ഇട്ട് നല്ലപോലെ കൈയിട്ട് തിരുമ്മിയിട്ട് അതിലേക്ക് തൈര് ഒഴിച്ചു. അങ്ങനെ തൈര് ചട്നി ഉണ്ടാക്കി. പിന്നെ ഞാനുണ്ടാക്കിയ അച്ചാറുണ്ടായിരുന്നു, നാരങ്ങ അച്ചാർ. ആ അച്ചാറും അങ്ങനെ ഇന്ന് ഉച്ചക്ക് നല്ല ഭക്ഷണമായിരുന്നു. ഐക്കോറ മീനും വെജിറ്റബിൾ ബിരിയാണിയും തൈര് ചട്നിയും ഒക്കെ കൂട്ടി ആ ചൂടോടെ കഴിച്ചപ്പോൾ നല്ല തണുപ്പത്ത് ചൂടോടെ കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എന്തായാലും എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാനും മറക്കരുത്.